ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഇത് എൽ ജിയുടെ റിമോട്ടിനെ പറ്റിയാണ്. ഇത് ലേറ്റസ്റ്റ് എൽ ജിയുടെ റിമോട്ടാണ്. റിമോട്ടും എ സി എല്ലാം ലേറ്റസ്റ്റ് ആണ്. കാരണം ഇത് ഡ്യുവൽ ഇൻവേർട്ടർ കംപ്രസർ എ സിയാണ്. ഇതിൻ്റെ ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പം ഇത് ഫാൻ മോഡാണ്. ഫാൻ മോഡ് ജസ്റ്റ് ഫാൻ മാത്രം വർക്ക് ചെയ്യും. ഇതിൻ്റെ അകത്ത് വേറെ പ്രത്യേകിച്ച് വർക്കൊന്നും ചെയ്യത്തില്ല ഇതിന്. അപ്പോൾ ഇതിൻ്റെ ഫാനിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ നോർമൽ എ സി ഓൺ ചെയ്യുമ്പോഴത്തേനും ഇങ്ങനെ വരുന്ന ഈ ഒരു ഡിസ്പ്ലേ വരുന്നത് അത് ഞാൻ പറയാം. പിന്നെ ഈ കാണുന്നത് 18 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇത് ടെമ്പറേച്ചർ നമുക്ക് മുകളിലോട്ടും താഴോട്ടും ഒക്കെ ഇത് മാറ്റാം ടെമ്പറേച്ചർ. അപ്പോൾ ഇത് 18 വരെ ഉള്ളൂ ഇതിൻ്റെ അകത്ത്, ഈ മോഡലിനകത്ത്. പിന്നെ ഈ എനർജി സേവിങ് ഇത് ഞെക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സിമ്പിൾ വരും. ഇത് കണ്ടോ, ഈ ഒരു സിമ്പിൾ വരും. അപ്പോൾ ഏകദേശം ഈ 22 ഡിഗ്രി സെൽഷ്യസ് ഇത് വർക്ക് ചെയ്യും. മൊത്തത്തിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓൾറെഡി ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് വൈദ്യുതി ചാർജ് ലാഭിക്കാം എന്നതാണ് ഈ മോഡിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഈ മൺസൂൺ എന്നത് ഈ ഒരു വാട്ടർ ഡ്രോപ്പിൻ്റെ സിമ്പൽ വരും, ഒരു ഡ്രോപ്പിൻ്റെ. ബാക്കിയുള്ള എ സികളിൽ ഈ മൺസൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ മോഡെന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്ത് മഴ പെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ റൂമിൽ ഈർപ്പം ഉണ്ടെന്ന് വെച്ചോ, ഈ ഈർപ്പത്തെ മുഴുവൻ പുറത്തോട്ട് കളയാൻ വേണ്ടിയിട്ടാണ് ഈ മോഡ് ഉപയോഗിക്കുന്നത്. മുഴുവനൊന്നും കളയത്തില്ല, ഒരു 70% വരെ ഈർപ്പം പുറത്തോട്ട് പോകും. അപ്പം ഇതിങ്ങനെ ഇത് മൺസൂൺ. ഓക്കെ, പിന്നീടുള്ളത് ഇത് മോഡ്. ഈ മോഡ് സ്വിച്ച് ഞെക്കിക്കഴിഞ്ഞാൽ ഇത് കൂൾ മോഡെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ എ സി കൂൾ ചെയ്യുന്ന മോഡ്. ഇതിൻ്റെ അകത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറ്റാം, ഇഷ്ടമുള്ള രീതിയിൽ കൂളിംഗ് ഒക്കെ ഇടാം. ഈ കൂൾ മോഡൽ നോർമൽ എ സി ഫങ്ഷൻ ചെയ്യുന്നതാണ്. ഇതിൻ്റെ അകത്ത് ഫാനുണ്ട്. ഈ സൈഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ റൂമിലെ ടെമ്പറേച്ചറിൻ്റെയാണ്, അത് ഞാനിപ്പോൾ പറയാം. ഓക്കെ, പിന്നെ മോഡിനകത്ത് ഒന്നുകൂടെ ഞെക്കി. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതെന്ന് പറഞ്ഞാൽ എ ഐ എന്ന് പറഞ്ഞാൽ ഈ സിമ്പിൾ സാധാരണയായിട്ട് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതായത് സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ളൊരു കഴിവ്. അപ്പം സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ളൊരു കഴിവുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അങ്ങനെ ഒരു ഫെസിലിറ്റി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്, ഈ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ ഫാനിൻ്റെ സ്പീഡും അതുപോലെ എ സിയുടെ സെറ്റ് ചെയ്തേക്കുന്ന ടെമ്പറേച്ചറും അത് അല്ലാണ്ട് റൂമിലെ ടെമ്പറേച്ചറും ഇതെല്ലാം കൂടെ ഏകദേശം ഒരു കാൽക്കുലേഷനിൽ എ സി തന്നെ സ്വന്തമായിട്ട് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യിക്കും. അതായത് അത്യാവശ്യം കൂളിങ്ങും കിട്ടും, നമ്മുടെ ആൾക്കാർ എത്ര പേര് റൂമിലുണ്ട്, അങ്ങനെയൊക്കെ കുറേ ഫങ്ഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ഇത് വർക്ക് ചെയ്യും. നമുക്ക് ഇതിൻ്റെ ടെമ്പറേച്ചർ കൂട്ടാം, അത് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇപ്പം മുകളിലോട്ട് ഞെക്കിക്കഴിഞ്ഞാൽ ഇത് 1 എന്ന് വരും. ഇപ്പം സെറ്റ് ചെയ്തേക്കുന്ന ടെമ്പറേച്ചർ 22 ആണെങ്കിൽ 23, 24 അങ്ങനെ ഇത് നമുക്ക് കൂടുതൽ കൂൾ ചെയ്യിപ്പിക്കാം. അതുപോലെ തന്നെ താഴോട്ടെന്ന് പറഞ്ഞാൽ ഇപ്പം ഇതിപ്പോൾ 0 A1 എന്ന് പറഞ്ഞാൽ A1 എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നാണ് പറയുന്നത്, AI. അപ്പം ഇത് താഴോട്ട് നമുക്ക് ടെമ്പറേച്ചർ കുറയ്ക്കാം. അപ്പോൾ താഴോട്ട് നമുക്ക് മൈനസും ഇത് -2, ഇപ്പോൾ ടെമ്പറേച്ചർ കുറയ്ക്കാം. അതായത് ഈ ചൂട് എന്ന രീതിയിലോട്ട് നമുക്ക് പോകാൻ പറ്റും. നിങ്ങളത് സെറ്റ് ചെയ്ത് നിങ്ങളുടെ എ സി ജസ്റ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ ഇത് ഹൈക്കൂൾ എന്ന് പറഞ്ഞാൽ HC, ചില റിമോട്ടിൽ HC എന്നാണ്. അപ്പം പിന്നെ ഫങ്ഷൻസ് എല്ലാം വ്യത്യാസമുണ്ട്. ഈ എല്ലാ മോഡും എല്ലാ റിമോട്ടിലും വർക്ക് ചെയ്യില്ല, അത് നിങ്ങളുടെ എ സിയുടെ മോഡൽ നമ്പർ അനുസരിച്ചിരിക്കും. പിന്നെ ഹൈക്കൂൾ എന്ന് പറഞ്ഞാൽ ഹിമാലയൻ കൂൾ എന്നാണ് പറയുന്നത്. നല്ലതായിട്ട് കൂളാവും പെട്ടെന്ന് റൂമിലോട്ട് കയറി വരും നല്ല ഉച്ച സമയത്ത്, ഒരു 1 മണിക്ക്. അപ്പോൾ ഈ റൂം നല്ല ചൂടായിട്ട് കിടക്കുക. അപ്പോൾ ഈ മോഡൽ ഞെക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അതിഭയങ്കരമായിട്ട് എയർ പുഷ് ചെയ്യും. ഈ എയർ പുഷ് എന്ന് പറഞ്ഞാൽ നേരിട്ട് നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത് നേരെ ആ ഡയറക്ഷനിലോട്ട് എയർ പുഷ് ചെയ്യുന്നത്. അപ്പം താഴത്തെ കാലാവസ്ഥ തണുപ്പും അതുപോലെ ചൂടുവായു നേരെ മേളിലോട്ട് പോകും. അപ്പം മേളിൽ ചൂടുവായു നിൽക്കും റൂമിൻ്റെ മേളിൽ, പിന്നെ താഴോട്ട് ഭയങ്കര എയർ പുഷ് ചെയ്യും. അത് അരമണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നോർമൽ, ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു മോഡലിലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് മാറും. അത് ഹിമാലയൻ കൂൾ എന്നാണ് പറയുന്നത്. ഇത് ഈ ഒരു എ സിയുടെ ഈ ഒരു കമ്പനിയുടെ ഒരു സവിശേഷത ഇത്.
പിന്നെ സ്വിങ് ഇതും കൊണ്ട് വലിയ യൂസ് ഒന്നുമില്ല നമുക്ക്. ഇതിൻ്റെ IACയുടെ അകത്തുള്ള സ്വിങ് ഇടത്തോട്ടും വലത്തോട്ടും മാറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ഈ സ്വിങ് മോഡ് യൂസ് ചെയ്യുന്നത്. പിന്നെ പിന്നെ ഈ സ്വിങ് ഇത് ഈ സ്വിങ് മോഡ് AC-യുടെ മുമ്പിലുള്ള സ്വിങ് ആണ്. ഇത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്കിത് സെറ്റ് ചെയ്യാം. ഈ സ്വിങ് മോഡ് ഇതുണ്ടോ ഈ സിമ്പിൾ കാണിക്കുന്നത്, ഇത് സ്വിങ് മോഡിൻ്റെ സെറ്റിങ്ങാണ്. ഇത് മറ്റേ സ്വിങ്ങും ഇത് സ്വിങ്ങും നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെ റൂം ടെമ്പറേച്ചർ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് റൂം ടെമ്പറേച്ചർ അറിയാൻ പറ്റും. കണ്ടോ, ഇപ്പം ഇത് ഞാൻ ഞെക്കി കഴിയുമ്പോൾ എൻ്റെ റൂമിലുള്ള ടെമ്പറേച്ചർ 23 ഡിഗ്രി സെൽഷ്യസ് ആണ് ഈ റൂമിനകത്തുള്ളത്. മാറും. AC ടെമ്പറേച്ചർ 18 ഡിഗ്രി സെൽഷ്യസ് വെച്ചിരിക്കുന്നു. ഇത്ര ആവശ്യമില്ല. നമുക്ക് നോർമലായിട്ട് ഒരു മനുഷ്യന് വേണ്ടത്ര വേണ്ടതെന്ന് പറഞ്ഞാൽ 24 25 ഒക്കെ മതി. അത് നമുക്ക് എല്ലാവർക്കും നല്ലത്. വൈദ്യുതി ചാർജും അത്ര ആകത്തില്ല. പിന്നെ ഇത് സ്ലീപ്പ് മോഡ്. ഇത് പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കിയാൽ സ്ലീപ്പ് മോഡ് ഞെക്കിക്കഴിഞ്ഞാൽ കൊണ്ട് ഇവിടെ സിമ്പിൾ വരും. ഈ സ്ലീപ്പ് മോഡ് ഞെക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 25 ഡിഗ്രി സെറ്റ് ചെയ്തേക്കുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ രാത്രി ഫുൾ ടൈം ഇട്ടേക്കുവാണെങ്കിൽ ഇതൊരു 4-5 അല്ല ഒരു 7 മണിക്കൂറെങ്കിലും ഇട്ടാലേ ഇതും കൊണ്ട് യൂസ് ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ വൈദ്യുതി ചാർജിൻ്റെ വേരിയേഷൻസ് AC-യിൽ വരും. അതായത് ഭയങ്കര ലോ ലെവലിലോട്ട് 25 ഒക്കെ രാത്രി കഴിയുമ്പോഴത്തേനും 28-ലും 30-ലൊക്കെ പോകും. നമ്മൾ അറിയില്ല. പിന്നെ റൂം ചെറിയ രീതിയിൽ കൂളിയുള്ളൂ. ഇതും വൈദ്യുതി ചാർജ് ലാഭിക്കാം ഈ മോഡലും സ്ലീപ്പ് മോഡലും. പിന്നെ ടൈമർ ഓണും ഓഫും. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് AC ഈ ടൈമർ ഓണെന്ന് പറഞ്ഞാൽ AC ഇതിൽ നമ്മൾ ഓഫ് ചെയ്യുക, പ്ലഗ് ഓഫ് ചെയ്യില്ല. ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടൈമർ ഓൺ നമ്മൾ ആദ്യമേ സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമ്മൾ സെറ്റ് ചെയ്യുക. ഈ ടൈമർ ഓൺ ഞാൻ ഞെക്കി ഇപ്പോൾ 4:30 എന്ന് പറഞ്ഞാൽ ഇത് സമയത്തിൻ്റെയാണ്. നമുക്ക് ഈ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. അപ്പം ഇതിൽ നമുക്ക് ഒരു മിനിറ്റ്, ഇതിൽ നമ്മൾ ഞെക്കിക്കഴിഞ്ഞാൽ സമയം മാറും. ഇതിനനുസരിച്ച് നമുക്കിപ്പോൾ 4 മണി, ഇപ്പോൾ 4 AM, ഇപ്പം 4 AM നമുക്ക് 4 AM-ൽ AC ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആകണം. അപ്പോൾ ഇത് ഞെക്കിയിട്ട് ഇവിടെ സെറ്റ് എന്ന് കൊടുത്താൽ ഈ സെറ്റ് ഞെക്കിക്കഴിഞ്ഞാൽ ഇത് 4 AM ആകുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കായിട്ട് AC ഇപ്പം PM ആണ്. അപ്പം ഇത്ര 4 AM ആകുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കായിട്ട് AC ഓണാവും, വർക്ക് ചെയ്യാൻ തുടങ്ങും. അതുപോലെ ടൈം ഓഫ് ഫംഗ്ഷൻ അതുപോലെ തന്നെ സെയിം ഫംഗ്ഷനാണ്. ഇത് ഞെക്കിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ ഇപ്പോൾ 6 hours കണ്ടെങ്കിൽ 6 hours കഴിയുമ്പോഴത്തേനും ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ കേട്ടോ. ഇതിൽ ഈ സ്വിച്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇത് കണ്ടില്ലേ, നമുക്ക് ഇഷ്ടമുള്ള സമയം വെക്കാം. ഇത്ര മണിക്കൂർ കഴിഞ്ഞ് ഇതിവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിവിടെ ഈ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ഇത്ര 6 hours കഴിയുമ്പോഴത്തേനും AC ഓഫ് ആവും. അങ്ങനെ ഇത് ഓണും ഓഫും ഫംഗ്ഷനാണ്. അപ്പം പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഓട്ടോ ക്ലീൻ, ഈ ബട്ടൺ നേരെ ഞെക്കി കഴിഞ്ഞാൽ ഓട്ടോ ക്ലീൻ ഓട്ടോമാറ്റിക്കായിട്ട് AC സ്വന്തമായിട്ട് അതെന്തോ ബേസിക് ആയിട്ടുള്ള ഫങ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങളുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് ഇത് വർക്കാവും. അതായത് രാവിലെ ഇപ്പോൾ ഐസ് ഫുള്ളായിട്ടിരിക്കുക, അപ്പോൾ ഓട്ടോമാറ്റിക് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ ഫാൻ മാത്രം വർക്ക് ചെയ്തിട്ട് ഐസിനെ ഉരുക്കി കളയും. അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് AC അതിൻ്റെ അകത്തെ കാര്യങ്ങളൊക്കെ വൃത്തിയാക്കും. പിന്നെ സെറ്റ് ക്ലിയർ ചെയ്ത് ഞാൻ പറഞ്ഞു, സമയം നമുക്ക് സെറ്റ് ചെയ്യാം. ഇത് ലൈറ്റ് AC-യുടെ ഡിസ്പ്ലേ ഓൺ ചെയ്യാതിൽ ചുമ്മാ ഞെക്കിയാൽ മതി. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ശരി.